വെടിനിർത്തൽ ലംഘിച്ച് തെക്കൻ ഗസയിൽ ഇസ്രായേലിന്റെ വ്യാപക ആക്രമണം. 2 പലസ്തീനികൾ കൊല്ലപ്പെടുകയും നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. ഗസയിൽ ജലക്ഷാമം രൂക്ഷമാണ്. വടക്കൻ ഗസയിൽ പലസ്തീനികളുടെ നിരവധി വീടുകൾ ഇസ്രായേൽ തകർത്തു. ഒരു ബന്ദിയും മൃതദേഹം കൂടി ഇന്ന് കൈമാറുമെന്നാണ് ഹമാസ് വ്യക്തമാക്കിയിരിക്കുന്നത്. തീവ്രവാദ കേസിൽ വധശിക്ഷ വ്യവസ്ഥ ചെയ്യുന്ന ഇസ്രായേലിലെ വിവാദ നിയമം റദ്ദാക്കണമെന്ന് അറബ് രാജ്യങ്ങൾ ആവശ്യപ്പെട്ടു. MC നാസർ ചേരുന്നു. MC, ആക്രമണം തുടരുകയാണ് ഇസ്രായേൽ ഇപ്പോഴും. മാത്രവുമല്ല, നേരത്തെ ഉണ്ടായിരുന്ന ആശങ്കകളെല്ലാം ഇപ്പോൾ നിലനിൽക്കുന്നു. ആക്രമണത്തിനൊപ്പം തന്നെ വീണ്ടും പട്ടിണിയിലേക്ക് പോകുന്ന സാഹചര്യമാണ് ഉള്ളതെന്ന് മനസ്സിലാക്കുന്നു. കുടിവെള്ളക്ഷാമം രൂക്ഷമാണ്. എന്താണ് നിലവിലെ സാഹചര്യം? ഇതിൻ്റെ തുടർച്ചയായിട്ടുള്ള വെടിനിർത്തൽ ലംഘനങ്ങൾ ഇസ്രായേൽ തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. കാരണം ഇന്നും ഇന്നലെയുമായി തെക്കൻ ഗസയിലേക്ക് കൂടി ആക്രമണം വ്യാപിപ്പിച്ചിരിക്കുകയാണ്. നേരത്തെ ഗസ സിറ്റിയിലും വടക്കൻ ഗസയുടെ ഭാഗങ്ങളിലുമായിരുന്നു ആക്രമണം കേന്ദ്രീകരിച്ചിരുന്നതെങ്കിൽ ഇപ്പോൾ കൂടുതൽ ഷെല്ലാക്രമണവും അതോടൊപ്പം തന്നെ വ്യോമാക്രമണവും തെക്കൻ ഗസയിലേക്ക് കൂടി വ്യാപിപ്പിച്ചിരിക്കുകയാണ്. ഇതിൻ്റെ പ്രധാനമായിട്ടുള്ള ലക്ഷ്യം വസതികൾ അതോടൊപ്പം തന്നെ ചെറിയ കെട്ടിടങ്ങളൊക്കെ പൂർണ്ണമായിട്ട് നശിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഈ ആക്രമണം തുടർന്നുകൊണ്ടിരിക്കുന്നത്. കാരണം ഇത്രയും നീണ്ട ചർച്ചകളിലൂടെ രൂപപ്പെടുത്തിയ ഒരു വെടിനിർത്തൽ കരാറിനോട്, അതിൻ്റെ വ്യവസ്ഥകളോട് ഒരു നിലക്കും നീതി ചെയ്യാതെ അത് നിരന്തരം ലംഘിച്ചുകൊണ്ട് തങ്ങളുടേതായിട്ടുള്ള ഒരു ശേഷ പ്രവർത്തനങ്ങളുമായി തന്നെ ഇസ്രായേൽ മുന്നോട്ട് പോവുകയാണ്. മധ്യസ്ഥ രാജ്യങ്ങൾ പല ഘട്ടങ്ങളിലും ഇക്കാര്യവുമായി ബന്ധപ്പെട്ട് അമേരിക്കയെ വിവരങ്ങൾ ധരിപ്പിച്ചിരുന്നു. പക്ഷേ അമേരിക്കയുടെ ഭാഗത്തു നിന്ന് ആ അർത്ഥത്തിൽ ഇസ്രായേലിനെ പ്രതിരോധിക്കാനോ തടയാനോ ഉള്ള ഒരു നീക്കവും ഉണ്ടായിട്ടില്ല. അതേസമയം ഈ ഭാഗത്തു നിന്ന്, ഹമാസിൻ്റെ ഭാഗത്തു നിന്ന് പരമാവധി മൃതദേഹങ്ങൾ എത്രയും പെട്ടെന്ന് കണ്ടെത്തി കൈമാറാനുള്ള ത്വരിതഗതിയിലുള്ള ശ്രമങ്ങൾ തുടരുന്നു. ഇന്നലെ രാത്രി ഒരു ബന്ദിയുടെ മൃതദേഹം കൈമാറിയിരുന്നു. അതിൻ്റെ ഭാഗമായിട്ട് 15 ഫലസ്തീൻ തടവുകാരുടെ മൃതദേഹങ്ങൾ ഇന്ന് ഇസ്രായേൽ കൈമാറി. ഇന്നിപ്പോൾ രാത്രി അടുത്ത അരമണിക്കൂറിനുള്ളിൽ മറ്റൊരു മൃതദേഹം കൂടി തങ്ങൾ കണ്ടെത്തിയതായും അത് ഇസ്രായേലിന് കൈമാറുമെന്നും ഹമാസ് നേതൃത്വം അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു ഭാഗത്ത് പരമാവധി ഈ വ്യവസ്ഥകളോട് ചേർന്ന് നിൽക്കാൻ ഹമാസും അതോടൊപ്പം തന്നെ ഫലസ്തീൻ കൂട്ടായ്മകളും ശ്രമിക്കുമ്പോൾ, മറുഭാഗത്ത് തികച്ചും ഏകപക്ഷീയമായിട്ടുള്ള ആക്രമണ നടപടികളുമായി തന്നെ ഇസ്രായേൽ മുന്നോട്ട് പോകുന്നതിൻ്റെ കാര്യങ്ങളാണ് കാണുന്നത്. കാരണം 2 മരണവും നിരവധി പേർക്ക് പരിക്കേറ്റ ഒരു സംഭവം ഇന്നും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഇതിനെ സൂചിപ്പിച്ചതുപോലെ ഭക്ഷ്യക്ഷാമവും കുടിവെള്ളക്ഷാമവും അതിരൂക്ഷമായി തന്നെ തുടരുന്നതായിട്ടുള്ള റിപ്പോർട്ടുകളാണ് UN ഏജൻസികളും അതോടൊപ്പം തന്നെ സന്നദ്ധ സംഘടനകളും നൽകിക്കൊണ്ടിരിക്കുന്നത്. കാരണം നിത്യവും 600 ട്രക്കുകൾ എത്തും എന്ന് കരാറിൽ വ്യവസ്ഥ ചെയ്തിരുന്ന സ്ഥലത്ത് ഇപ്പോൾ 100 125 ട്രക്കുകൾ മാത്രമാണ് ഇസ്രായേൽ ഇപ്പോൾ അനുമതി നൽകുന്നത്. അതുകൊണ്ട് തന്നെ ഭക്ഷ്യക്ഷാമം അതോടൊപ്പം തന്നെ കുടിവെള്ളക്ഷാമം അതിരൂക്ഷമായിട്ട് തുടരുന്നതായിട്ടുള്ള റിപ്പോർട്ടുകൾ, ഇത് ജനങ്ങളെ വലിയ തോതിൽ തന്നെ ബാധിക്കുന്നതായിട്ടുള്ള റിപ്പോർട്ടുകളാണ് ഗസയിൽ നിന്നും പുറത്തു വരുന്നത്. ധന്യ. നമുക്കറിയാം, യുനിസെഫിന്റെ മുന്നറിയിപ്പുണ്ട് കൂടുതൽ ദുരിതത്തിലേക്ക്, അതായത് അവശ്യ സാധനങ്ങൾ എത്തിച്ചിട്ടില്ലെങ്കിൽ എത്രത്തോളം ദുരിതം ഉണ്ടാകുമെന്നുള്ളത് നമുക്ക് കൺമുന്നിൽ കണ്ടതുകൂടിയാണ്. അപ്പം ആ മുന്നറിയിപ്പുകളെല്ലാം ഉണ്ട്. പക്ഷേ ഒരു അനക്കവും ഇസ്രായേലിനെ സംബന്ധിച്ചില്ല. ആ വിഷയത്തിലെങ്കിലും നേരത്തെ മധ്യസ്ഥം പറഞ്ഞിരുന്ന രാജ്യങ്ങളിൽ, ഇല്ലെങ്കിൽ അമേരിക്ക ആ വിഷയത്തിൽ ഇടപെട്ട് ഇവർക്കുള്ള സഹായങ്ങൾ, ഇപ്പോൾ കെട്ടിക്കിടക്കുന്ന സാധനങ്ങൾ ഉൾപ്പെടെയുള്ളത് എത്തിക്കാനുള്ള, കുടിവെള്ളമെങ്കിലും എത്തിക്കാനുള്ളതിലേക്ക് കാര്യങ്ങൾ എത്തുമെന്നാണോ പ്രതീക്ഷിക്കേണ്ടത്? ഇതിൽ ഏറ്റവും അടിസ്ഥാനപരമായിട്ട് വേണ്ടത് റഫ അതിർത്തി തുറക്കുക എന്നതാണ്. കാരണം ഇത് കരാർ വ്യവസ്ഥയിൽ കൃത്യമായി തന്നെ പറഞ്ഞിരുന്നു. റഫ അതിർത്തി തുറക്കും, അതിലൂടെ ഏറ്റവും കൂടുതൽ ഭക്ഷ്യ വസ്തുക്കളും അതോടൊപ്പം തന്നെ ഉപകരണങ്ങളും കുടിവെള്ളവും മരുന്നും ഗസയിൽ എത്തിക്കുമെന്ന് വളരെ കൃത്യമായി തന്നെ വ്യവസ്ഥകളിൽ പറഞ്ഞതാണ്. പക്ഷേ അതൊക്കെയും ഇപ്പോൾ ബന്ദികളെ, ജീവനോടെയുള്ള 20 ബന്ദികൾ ആദ്യ ദിവസം തന്നെ ഹമാസ് വിട്ടയച്ചു. തുടർന്ന് പരമാവധി ബന്ദികളുടെ മൃതദേഹങ്ങൾ, ഇനിയിപ്പം വളരെ ചുരുക്കം 8 7 ബന്ദികളുടെ മാത്രം മൃതദേഹങ്ങളാണ് ഇനി കൈമാറാനുള്ളത്. അത് അപ്പോൾ ഒരു ഭാഗത്ത് ഇതൊക്കെ നടക്കുന്നുണ്ടെങ്കിൽ പോലും മറുഭാഗത്ത് 140-ലധികം തവണയായിട്ട് ഈ വെടിനിർത്തൽ ലംഘിക്കാൻ നിരന്തരമായിട്ടുള്ള ആക്രമണങ്ങൾ നടത്താനുള്ള വളരെ കൊണ്ടുപിടിച്ച നീക്കങ്ങൾ ഒരു ഭാഗത്ത് തുടരുന്നു. ഇത് തന്നെ സൂചിപ്പിച്ചതുപോലെ അമേരിക്കയാണ് ഇതിലൊരു റോൾ വഹിക്കേണ്ടത്. നിരവധി തവണ അമേരിക്കയുടെ ഉന്നത ഉദ്യോഗസ്ഥർ, US സ്റ്റേറ്റ് സെക്രട്ടറി മുതൽ വൈസ് പ്രസിഡന്റ് മുതൽ പലരും ഇസ്രായേലിലെത്തി പല ഘട്ടങ്ങളിൽ ചർച്ച നടത്തി ഈ വെടിനിർത്തൽ ശാശ്വതമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകണം, അതിന് അനുകൂലമായിട്ടുള്ള ഒരു സാഹചര്യം ഒരുക്കണം. കാരണം ട്രംപിനെ സംബന്ധിച്ചിടത്തോളം നീണ്ട ചർച്ചകളിലൂടെ രൂപപ്പെടുത്തിയെടുത്ത ഒരു കരാറാണിത്. ഈ കരാർ ശാശ്വതമായിട്ട് നിലനിൽക്കണമെങ്കിൽ പരമാവധി സഹകരിക്കണമെന്ന് ഇസ്രായേൽ നേതൃത്വത്തോട് അമേരിക്ക ആവശ്യപ്പെട്ടതാണ്. പക്ഷേ പ്രയോഗതലത്തിൽ ഇതൊന്നും നടപ്പാക്കപ്പെടുന്നില്ല. അതുകൊണ്ട് അതിൻ്റെ ഏറ്റവും വലിയ ഇരകളായി മാറിയിരിക്കുന്നത്, കാരണം 2 കൊല്ലത്തോളം നീണ്ട ഈ അധിനിവേശം ഒരു ഭാഗത്ത്, ആക്രമണങ്ങൾ ഒരു ഭാഗത്ത്, ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്ന വെടിനിർത്തൽ ലംഘിച്ചുകൊണ്ടുള്ള ആക്രമണങ്ങൾ, ഇതിനിടയിലും ആവശ്യമായിട്ടുള്ള ഭക്ഷ്യവസ്തുക്കൾ, കുടിവെള്ളം, മരുന്ന് എന്നിവ ലഭ്യമാവുന്നില്ല.
സാധിക്കുന്നില്ല. 15,000-ത്തിലധികം പരിക്കേറ്റ രോഗികൾക്ക് വിദഗ്ധ ചികിത്സ ആവശ്യമുണ്ട്. അവരെ എത്രയും പെട്ടെന്ന് ഗസക്ക് പുറത്തേക്ക് കൊണ്ടുപോകണമെന്ന് ആരോഗ്യ മന്ത്രാലയവും അതോടൊപ്പം തന്നെ അന്താരാഷ്ട്ര സന്നദ്ധ ഏജൻസികളും ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഇവർക്ക് മാന്യമായിട്ടുള്ള ഏറ്റവും മിനിമം തോതിലുള്ള ഒരു മരുന്നോ അല്ലെങ്കിൽ മറ്റ് സൗകര്യങ്ങളോ ലഭ്യമാക്കാൻ പോലും നിലവിലുള്ള സാഹചര്യത്തിൽ സാധിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഈ വെടിനിർത്തൽ ഫലത്തിൽ നിലവിലുണ്ട് എങ്കിൽ പോലും വ്യാപകമായ തോതിലുള്ള ആക്രമണങ്ങൾ ഗസയിൽ ഉടനീളം നടക്കുന്നില്ല എങ്കിൽ പോലും അതിദയനീയമായിട്ടുള്ള അവസ്ഥയിലൂടെ തന്നെയാണ് ഗസയിലെ ഈ പതിത ജനത, പലസ്തീൻ ജനത ഇപ്പോൾ പോലും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ധന്യ. ശരി MC, നന്ദി. പലസ്തീനിലെയും സുഡാനിലെയും ദുരിതത്തിന് അറുതി വരുത്താൻ അന്താരാഷ്ട്ര സമൂഹം ഊർജിതമായ ഇടപെടൽ നടത്തണമെന്ന് ഖത്തർ അമീർ. ആഗോള സാമൂഹ്യ വികസന ഉച്ചകോടിയിലാണ് അമീറിന്റെ പ്രതികരണം. സാമൂഹ്യ വികസനം ലക്ഷ്യമിട്ടുള്ള എല്ലാ അന്താരാഷ്ട്ര പരിപാടികൾക്കും ഖത്തർ പിന്തുണ നൽകുമെന്നും അദ്ദേഹം ഉറപ്പു നൽകി. عاش السودان أهوال هذه الحرب منذ 2.5 UN-ന്റെ നേതൃത്വത്തിലാണ് ദോഹയിൽ ആഗോള സാമൂഹിക വികസന ഉച്ചകോടി അരങ്ങേറുന്നത്. ഉച്ചകോടി ഉദ്ഘാടനം ചെയ്യവെയാണ് ഖത്തർ അമീർ ഷെയ്ഖ് തമീം ബിൻ ഹമദ് അൽ താനി ഫലസ്തീൻ, സുഡാൻ രാഷ്ട്രങ്ങളിലെ ദുരിതങ്ങൾ എടുത്തു പറഞ്ഞത്. ഫലസ്തീൻ ജനതയ്ക്ക് നീതി ലഭിക്കുന്നതുവരെ അന്താരാഷ്ട്ര സമൂഹം തങ്ങളുടെ ശ്രമങ്ങൾ ഊർജിതമായി മുമ്പോട്ട് കൊണ്ടുപോകണം. ഗസയുടെ പുനർനിർമ്മാണത്തിന് ആഗോള പിന്തുണ ആവശ്യമാണ്. സുഡാനിലെ അൽഫാഷനിൽ നടക്കുന്ന സംഭവങ്ങൾ അതീവ ആശങ്കയുണ്ടാക്കുന്നു. 2.5 വർഷമായി കൂട്ടക്കശാപ്പാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത് അവസാനിപ്പിക്കേണ്ട സമയം അതിക്രമിച്ചു. സുഡാനിൽ രാഷ്ട്രീയ പരിഹാരമാണ് വേണ്ടതെന്നും അമീർ ചൂണ്ടിക്കാട്ടി. സാമൂഹിക വികസനം എന്നത് ഒരു തെരഞ്ഞെടുപ്പല്ലെന്നും അദ്ദേഹം പറഞ്ഞു. അത് അസ്തിത്വപരമായ ആവശ്യകതയാണ്. എല്ലാവരുടെയും സുരക്ഷയും ഐശ്വര്യവുമാകണം അതിൻ്റെ ലക്ഷ്യം. ദാരിദ്ര്യം, തൊഴിലില്ലായ്മ തുടങ്ങിയ എല്ലാ സാമൂഹിക പ്രശ്നങ്ങളെയും അഭിസംബോധന ചെയ്യുന്നതിനുള്ള അടിത്തറയാകട്ടെ ഉച്ചകോടിയെന്നും അദ്ദേഹം പ്രത്യാശ പ്രകടിപ്പിച്ചു. മീഡിയ 1, ദോഹ. അബ്രഹാം അക്കോർഡിലൂടെ ഇസ്രായേലുമായി സൗദിയെ അടുപ്പിക്കാനുള്ള ട്രംപിന്റെ ശ്രമത്തിനിടെ സൗദി കിരീടാവകാശിയുടെ നിർണായക US സന്ദർശനം ഈ മാസം 18-ന് നടക്കും. പലസ്തീൻ രാഷ്ട്രം പിറക്കണമെന്ന ഉപാധിയിൽ സൗദി വാശി പിടിക്കുമെന്ന് കരുതുന്നില്ലെന്ന് ഡൊണാൾഡ് ട്രംപ് കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു. സൗദി അറേബ്യയ്ക്ക് US പ്രഖ്യാപിച്ച $142 ബില്യൺ പ്രതിരോധ കരാറിന്റെ പുരോഗതിയും ചർച്ചയാകും. ഗസയുടെ പുനർനിർമ്മാണം, തുടർഭരണം എന്നിവ സംബന്ധിച്ച വിഷയങ്ങളിലും ചർച്ചയുണ്ടാകും. വിവരങ്ങളുമായി അഫ്താബ് റഹ്മാൻ ചേരുന്നുണ്ട്. അഫ്താബ്, എപ്പോഴാണ് അദ്ദേഹം US-ലെത്തുന്നത്? എന്തൊക്കെയാകും പ്രധാന ചർച്ചകൾ? ഈ മാസം 18-നാണ് സൗദി കിരീടാവകാശിയുടെ സന്ദർശനം ഉണ്ടാകുമെന്നത് വൈറ്റ് ഹൗസ് അറിയിച്ചിരിക്കുന്നത്. വൈറ്റ് ഹൗസിന്റെ വക്താവാണ് കഴിഞ്ഞ ദിവസം ഇക്കാര്യം മാധ്യമങ്ങളെ അറിയിച്ചത്. സ്വാഭാവികമായിട്ടും ഈ സന്ദർശനത്തിന് പശ്ചിമേഷ്യയെ സംബന്ധിച്ചിടത്തോളം വലിയ രാഷ്ട്രീയ പ്രാധാന്യമുണ്ട്. പ്രത്യേകിച്ച് ഗസയിൽ വെടിനിർത്തൽ ആരംഭിച്ചതിന് ശേഷമുള്ള ഒരു GCC രാഷ്ട്രത്തലവന്റെ ആദ്യ US സന്ദർശനം കൂടിയാണിത്. ആ നിലയ്ക്ക് രാഷ്ട്രീയ പ്രാധാന്യം ഇതിനുണ്ട്. പ്രത്യേകിച്ച് ഗസ ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ, അവിടെയുള്ള തുടർ ഭരണം, ഗസയുടെ പുനർനിർമ്മാണം, ഈ വിഷയങ്ങളിലെല്ലാം സ്വാഭാവികമായിട്ടും ചർച്ചയുണ്ടാകും. അതോടൊപ്പം തന്നെ US-നെ സംബന്ധിച്ചിടത്തോളം US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നിരന്തരം എന്നോണം ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന വളരെ പ്രധാനപ്പെട്ട കാര്യം ഇസ്രായേലുമായി സൗദി അറേബ്യയെ കൂടി അവരുമായി നയതന്ത്ര ബന്ധത്തിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ്. കാരണം സൗദി അറേബ്യ എത്തിക്കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും കൂടുതൽ മുസ്ലിം രാഷ്ട്രങ്ങളുമായി ബന്ധം സ്ഥാപിക്കാൻ ഇസ്രായേലിന് കഴിയുമെന്നുള്ളതാണ് US വിശ്വസിക്കുന്നത്. അത്തരത്തിൽ അബ്രഹാം അക്കോർഡിലേക്ക് സൗദി അറേബ്യയെ അടുപ്പിക്കുക എന്നൊരു ലക്ഷ്യം കൂടി ഈ സന്ദർശനത്തിന് US-ന് താല്പര്യമുണ്ട്. ഏതായിരുന്നാലും ഇതുമായി ബന്ധപ്പെട്ടുള്ള വിശദാംശങ്ങൾ കൂടുതലായി സൗദി അറേബ്യയോ US-ഓ പുറത്തുവിട്ടിട്ടില്ല. അതേസമയം തന്നെ കഴിഞ്ഞ ദിവസം നടന്ന ഒരു US ചാനലുമായുള്ള ചർച്ചയിൽ ട്രംപ് പറഞ്ഞത് ഫലസ്തീൻ എന്നുള്ള വിഷയം അതൊരു ഉപാധിയായി ഇസ്രായേലുമായുള്ള ബന്ധത്തിന് സൗദി അറേബ്യ വെക്കുമെന്ന് താൻ കരുതുന്നില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. കാരണം സൗദി അറേബ്യ ഇതുവരെ പറഞ്ഞുകൊണ്ടിരുന്ന വളരെ പ്രധാനപ്പെട്ട അവരുടെ പ്രഖ്യാപിത നിലപാട് ജെറുസലേം ആസ്ഥാനമായിക്കൊണ്ട് 1967 അതിർത്തികളുടെ ഫലസ്തീൻ രാഷ്ട്രം പിറക്കാതെ അല്ലെങ്കിൽ അതിലേക്കുള്ള വഴി തെളിയാതെ ഇസ്രായേലുമായി ബന്ധത്തിലേക്ക് പോകില്ല, അല്ലെങ്കിൽ നയതന്ത്ര ബന്ധത്തിലേക്ക് പോകില്ല എന്നുള്ളതാണ് സൗദി അറേബ്യയുടെ പ്രഖ്യാപിത നിലപാട്. എന്ന് മാത്രമല്ല, ഇസ്രായേലുമായി ബന്ധമുള്ള സ്ഥാപനങ്ങളുമായുള്ള ഇടപാടുകളെല്ലാം തന്നെ സൗദി അറേബ്യ കഴിഞ്ഞ കുറേ സമയങ്ങളായി, എന്ന് വെച്ചാൽ ഗസ വംശത്തിന് ശേഷം പ്രത്യേകിച്ചും കർശനമായി നിരീക്ഷിക്കുകയും അത്തരം വ്യാപാര കരാറുകളിലേക്ക് പോകാതിരിക്കാൻ പ്രത്യേകം ജാഗ്രത പുലർത്തുകയും ചെയ്യുന്നുണ്ട്. ഈ ഒരു സാഹചര്യത്തിലാണ്
ട്രംപിന്റെ പ്രതികരണം എന്നത് ശ്രദ്ധേയമാണ്. ഏതായാലും സൗദി അറേബ്യയെ സംബന്ധിച്ചിടത്തോളം മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം എന്ന് പറയുന്നത് അവരുടെ പ്രതിരോധ പാക്കേജാണ്. കാരണം യുഎസിന്റെ ഭാഗത്തു നിന്നാണ് സൗദി അറേബ്യ കാലങ്ങളായി അവർക്ക് വേണ്ട പ്രതിരോധ ആയുധങ്ങൾ എത്തിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ടുള്ള ഒരു പാക്കേജ് നേരത്തെ ട്രംപിന്റെ റിയാദ് സന്ദർശനത്തിനിടെ പ്രഖ്യാപിച്ചിരുന്നു. അതിന് തുടർ ചർച്ചകളും വലിയ യുഎസുമായി ബന്ധപ്പെട്ടുള്ള വലിയ പ്രതിരോധ കരാറുകളും ഒപ്പം തന്നെ പാക്കേജുകളും ഈ സന്ദർശനത്തിൽ ഉണ്ടാകുമെന്നുള്ളതാണ് നമ്മൾ കരുതുന്നത്. ഏതായിരുന്നാലും നേരത്തെ സൗദി അറേബ്യക്ക് പ്രതിരോധ പാക്കേജുകൾ പ്രഖ്യാപിക്കണമെങ്കിൽ ഇസ്രായേലുമായി നയതന്ത്ര ബന്ധം വേണമെന്നുള്ളതായിരുന്നു യുഎസ് നിലപാടെങ്കിൽ കഴിഞ്ഞ റിയാദ് സന്ദർശനത്തോടെ അത് അദ്ദേഹം മാറ്റിവെച്ചിട്ടുണ്ട്. സമാനമായ രീതിയിൽ തന്നെ സൗദി അറേബ്യയുടെ നിലപാട് ഇസ്രായേലുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ എന്തായിരിക്കും എന്നുള്ളതാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട് നിർണായകമായിട്ടുള്ള ഒരു കൂടിക്കാഴ്ചയും ചർച്ചയുമായിരിക്കും ഈ മാസം 18 നടക്കുക. ഒപ്പം സൗദിയുടെ പ്രതിരോധ രംഗത്തേക്കുള്ള പുതിയ പാക്കേജുകൾ സംബന്ധിച്ച വിശദാംശങ്ങളും അന്ന് ലഭ്യമായേക്കും. സഫ്താബ് റഹ്മാനാണ് വിശദാംശങ്ങൾ നൽകിയത്. ഷാർജ പുസ്തകോത്സവത്തിന് തുടക്കമായി. ഷാർജ അന്താരാഷ്ട്ര പുസ്തകോത്സവത്തിന് പ്രൗഢമായ തുടക്കം. ഷാർജ ഭരണാധികാരി ഡോക്ടർ ഷെയ്ഖ് സുൽത്താൻ 12 ദിവസം നീളുന്ന മേളയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള 2350 പ്രസാധകരാണ് ഇത്തവണ അക്ഷരമേളയിൽ പങ്കെടുക്കുന്നത്. ഇന്ത്യയിൽ നിന്നടക്കം 250 മുൻനിര എഴുത്തുകാർ മേളയിലെത്തും. ഷാർജ എക്സ്പോ സെന്ററിൽ നിന്ന് വിവരങ്ങളുമായി ഷിനോജ് ഷംസുദ്ദീൻ ചേരുന്നുണ്ട്. ഷിനോജ്, വലിയ ആഘോഷമാണ് പുസ്തകമേള ഷാർജയിൽ നടത്തുന്നത്. എത്രത്തോളം ഒരുക്കങ്ങളാണ് ഉണ്ടായിരിക്കുന്നത്? എവിടെ നിന്നൊക്കെ എത്രത്തോളം എഴുത്തുകാരെത്തും? നിങ്ങളും പുസ്തകവും തമ്മിൽ എന്ന മുദ്രാവാക്യവുമായാണ് 44ാമത് അന്താരാഷ്ട്ര പുസ്തകമേളയ്ക്ക് ഇന്ന് തുടക്കമായിട്ടുള്ളത്. വിവിധ രാജ്യങ്ങളിൽ നിന്ന് 2300-ലേറെ പ്രസാധകരാണ് ഇത്തവണ ഷാർജ അന്താരാഷ്ട്ര പുസ്തകമേളയിൽ പങ്കെടുക്കുന്നത്. ഷാർജ ഭരണാധികാരി ഡോക്ടർ ഷെയ്ഖ് സുൽത്താൻ ബിൻ മുഹമ്മദ് അൽ കാസിമിയാണ് ഇതിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ചത്. മലയാളത്തിൽ നിന്ന് തന്നെ 100-ലധികം പ്രസാധകർ ഇത്തവണ ഈ മേളയിലേക്ക് പുസ്തകങ്ങളുമായി എത്തുന്നുണ്ട്. മാധ്യമം പബ്ലിക്കേഷൻസ് 6 പുസ്തകങ്ങൾ ഇത്തവണ പ്രസിദ്ധീകരിക്കുന്നുണ്ട്, പ്രകാശനം ചെയ്യുന്നുണ്ട് ഈ വേദിയിൽ. അതോടൊപ്പം ഇന്ന് തന്നെ നിരവധി മലയാള പുസ്തകങ്ങൾ റൈറ്റേഴ്സ് ഫോറത്തിലും മറ്റുമായി പ്രകാശനം ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഇത്തവണ ഗ്രീസാണ് അതിഥി രാജ്യം. ഗ്രീസിനായി പ്രത്യേക പവലിയൻ ഇത്തവണത്തെ മേളയിൽ ഒരുക്കിയിട്ടുണ്ട്. അതിൻ്റെ പ്രതിനിധിയിലേക്ക് പോകാം. What we are bringing from Greece to Sharjah? Hello, we're bringing a lot of books, literature, novels, history, poetry, and four editions were translated in Arabic on the occasion of the participation of Greece as a country of honor. Not only authors, translators, publishers, but also artists, actors. ഇന്ത്യയിൽ നിന്നും നിരവധി എഴുത്തുകാർ ഇത്തവണയും ഷാർജ പുസ്തകോത്സവത്തിൽ എത്തുന്നുണ്ട്. കവി സച്ചിദാനന്ദൻ, KR മീര, സന്തോഷ് കുമാർ തുടങ്ങി വിവിധ എഴുത്തുകാർ മലയാളത്തിൽ നിന്നും എത്തുന്നുണ്ട്. പുസ്തകങ്ങളുടെ മാത്രം ഒരു മേളയല്ല ഷാർജ പുസ്തകമേള. മലയാളികളെ സംബന്ധിച്ചിടത്തോളം അവർ വർഷത്തിലൊരിക്കൽ കണ്ടുമുട്ടുന്ന ഒരു ഉത്സവ പറമ്പ് കൂടിയാണ് ഷാർജ പുസ്തകമേള. ഇതിൻ്റെ റൈറ്റേഴ്സ് ഫോറത്തിലും അതേപോലെ തന്നെ 7ാം നമ്പർ ഹാളിലാണ് ഇന്ത്യൻ പ്രസാധകർ ഏറ്റവും കൂടുതലുള്ളത്. അവിടെ വർഷത്തിലൊരിക്കൽ കണ്ടുമുട്ടുന്ന, സൗഹൃദം പുതുക്കുന്ന നിരവധി എഴുത്തുകാരും അതേപോലെ തന്നെ സാംസ്കാരിക പ്രവർത്തകരുമൊക്കെ ഉണ്ടാകും. അടുത്ത ദിവസങ്ങളിൽ അവരുടെ ഒരു ഒഴുക്കുകൂടി ഷാർജയിലേക്ക് ഉണ്ടാകും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇതിൻ്റെ ഒപ്പം തന്നെ പല ശില്പശാലകളും അതേപോലെ തന്നെ സാഹിത്യ ചർച്ചകളും ഇതിൻ്റെ ഭാഗമായിട്ട് നടക്കും. അക്ഷയ് പേരാവറിനൊപ്പം ഷിനോജ് ഷംസുദ്ദീൻ, ഷാർജ. മുതിർന്ന മാധ്യമപ്രവർത്തകൻ ജിജോ തച്ചന്റെ കവിതാ സമാഹാരം ചെന്തിയപ്പൻ ഷാർജ അന്താരാഷ്ട്ര പുസ്തകമേളയിൽ പ്രകാശനം ചെയ്തു. അനുരഞ്ജന പത്രപ്രവർത്തനത്തിന്റെ ഭാഗമായി ഡെസ്കുകളിൽ തമസ്കരിച്ച വാർത്തകളോടുള്ള പ്രായശ്ചിത്തം കൂടിയാണ് തന്റെ കവിതകളെന്ന് ജിജോ പറഞ്ഞു. എൻ്റെ പേര് ജിജോ തച്ചൻ. ഞാനൊരു പത്രപ്രവർത്തകനാണ് കഴിഞ്ഞ 3 ദശാബ്ദങ്ങളായിട്ട്. ഇവിടെ UAE-യിലുള്ളൊരു ദ ലോ റിപ്പോർട്ടർ എന്നൊരു ഒരു ന്യൂസ് പോർട്ടലിൻ്റെ എക്സിക്യൂട്ടീവ് എഡിറ്ററാണ്. 3ാമത്തെ കവിതാ സമാഹാരമാണ്. സമാഹാരത്തിലും 70 കവിതകളുണ്ട്. ചെന്തിയപ്പൻ എന്നുള്ളതാണ് കവിതയുടെ സമാഹാരത്തിൻ്റെ പേര്. ഇതിനകത്ത് കൂടുതലും രാഷ്ട്രീയ കവിതകളാണ് ഞാൻ
ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഒരു 35 വർഷത്തോളമായിട്ട് 15ഓളം പത്രങ്ങളിൽ തന്നെ ജോലി ചെയ്തിട്ടുണ്ട്. ഈ ന്യൂസ് ഡെസ്കുകളിലൊക്കെ സത്യം പറഞ്ഞാൽ പലതരം സമ്മർദ്ദങ്ങൾക്കൊക്കെ വഴങ്ങി എനിക്ക് ഒരുപാട് അസത്യ പ്രചരണത്തിനും ഒക്കെ കൂട്ടുനിൽക്കേണ്ടി വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ അനുരഞ്ജന പത്രപ്രവർത്തനം എന്നൊക്കെ ഉള്ളൊരു രീതിയുണ്ടല്ലോ, അതിനൊക്കെ ഉള്ള ഒരു പശ്ചാത്താപം, ഒരു പ്രായശ്ചിത്തമായിട്ടാണ് എൻ്റെ കവിതകൾ ഓരോന്നും വരുന്നത്. പലപ്പോഴും നമുക്ക് പത്രത്തിൽ എഴുതാൻ പറ്റാത്ത കാര്യങ്ങൾ, ടി വിയിൽ പറയാൻ പറ്റാത്ത കാര്യങ്ങൾ, അങ്ങനെ പല കാര്യങ്ങളുമുണ്ട്. എഡിറ്റ് ചെയ്യാത്ത എൻ്റെ മനസ്സാണ് ഈ സമാഹാരത്തിൽ. ഉടയോരെ എടുത്തിട്ടും ഉരുൾ ബാക്കി വെച്ച കുട്ടി വലിയമ്മ ചിറകിനാൽ പൊതിഞ്ഞു വച്ചോ. 40 വർഷമായി ഖത്തറിൽ പ്രവാസിയായ ജലീൽ കുറ്റ്യാടിയുടെ അനുഭവക്കുറിപ്പുകൾ ഷാർജ അന്താരാഷ്ട്ര പുസ്തകമേളയിൽ കുറ്റ്യാടിപ്പുഴയുടെ മർമ്മരങ്ങൾ എന്ന പേരിൽ പ്രകാശനം ചെയ്യും. മിഡിൽ ഈസ്റ്റിലെ യുദ്ധങ്ങളുടെ കെടുതി അനുഭവിക്കേണ്ടി വന്ന പ്രവാസിയാണ് ജലീൽ കുറ്റ്യാടി. ഞാൻ ജലീൽ കുറ്റ്യാടി. ഇത് കവിതാ സമാഹാരമാണ്. 60 കവിതകളെ ഉൾപ്പെടുത്തിക്കൊണ്ട് 72 പേജുള്ള കവിതാ സമാഹാരമാണ്. കഴിഞ്ഞ 40 വർഷം ഖത്തർ പ്രവാസിയായിരുന്നു. എൻ്റെ ഖത്തർ 40 വർഷത്തെ പ്രവാസ ജീവിതത്തിൽ എനിക്കുണ്ടായ അനുഭവങ്ങളാണ്. മിഡിൽ ഈസ്റ്റിലുണ്ടായിരുന്ന അനവധി യുദ്ധങ്ങൾക്ക് സാക്ഷിയായിട്ട് വന്നു. ഈ ലിബിയ മുതൽ ഇറാഖ് മുതൽ മൊത്തം. അതിൽ കുവൈത്ത് യുദ്ധമാണ് എന്നെ ശാരീരികമായും മാനസികമായും സാമ്പത്തികമായും തകർത്തത്. ഖത്തറിലെ ബിസിനസ്സൊക്കെ മുടങ്ങി. അതിൽ നിരപരാധിയായ ഞാൻ ജാമ്യം നിന്നതിൻ്റെ പേരിൽ അവർ കുവൈത്ത് യുദ്ധത്തിൽ പോയപ്പോൾ ജയിലിൽ കിടക്കേണ്ടി വന്നു. ആ ജയിലനുഭവം ഇതിലുണ്ട്. അതാണ് ഇതിലുള്ള എൻ്റെ ഗദ്ഗതങ്ങൾ. ഫസ്റ്റ് ആദ്യത്തെ കവിത തന്നെ പെയ്തിറങ്ങുന്ന ഗദ്ഗതങ്ങൾ എന്നാണ്. ഗൾഫ് പര്യടനത്തിന്റെ ഭാഗമായി മുഖ്യമന്ത്രി നാളെ കുവൈറ്റിലെത്തും. രാവിലെ 6:30 കുവൈറ്റിലെത്തുന്ന മുഖ്യമന്ത്രി പ്രമുഖരുമായും പ്രവാസി സംഘടനകളുടെ പ്രതിനിധികളുമായും കൂടിക്കാഴ്ച നടത്തും. 2 ദിവസത്തെ സന്ദർശനത്തിൽ സാംസ്കാരിക മന്ത്രി സജി ചെറിയാനും ചീഫ് സെക്രട്ടറി ഡോക്ടർ എ ജയതിലക് IAS ഉണ്ട്. വെള്ളിയാഴ്ച വൈകിട്ട് 4:30 മൻസൂരി അൽ അറബി സ്പോർട്സ് ക്ലബ് സ്റ്റേഡിയത്തിൽ ഒരുക്കിയ പരിപാടിയിൽ മലയാളികളെ അഭിസംബോധന ചെയ്യും. ഇന്ത്യയും ബഹ്റൈനും തമ്മിലുള്ള ഉഭയകക്ഷി ബന്ധം ശക്തിപ്പെടുത്തുന്നതിനായി 5ാമത് ഹൈ ജോയിന്റ് കമ്മീഷൻ യോഗം ന്യൂഡൽഹിയിൽ നടന്നു. ഇന്ത്യൻ വിദേശകാര്യമന്ത്രി ഡോക്ടർ എസ് ജയശങ്കറും ബഹ്റൈൻ വിദേശകാര്യമന്ത്രി ഡോക്ടർ അബ്ദുൽ ലത്തീഫ് ബിൻ റാഷിദ് അൽ സയാനിയും യോഗത്തിൽ സംയുക്തമായാണ് അധ്യക്ഷത വഹിച്ചത്. രാജ്യങ്ങൾ തമ്മിലുള്ള ചരിത്രപരമായ ബന്ധം ശക്തിപ്പെടുത്തുകയാണെന്ന് ഡോക്ടർ അൽ സയാനി പറഞ്ഞു. സ്പെയിനിൽ സൗഹൃദ സന്ദർശനത്തിനെത്തിയ ഒമാൻ സുൽത്താൻ ഹൈതം ബിൻ താരിഖ് സ്പെയിൻ രാജാവ് ഫിലിപ്പ് 6 കൂടിക്കാഴ്ച നടത്തി. ഇരു രാജ്യങ്ങളും സഹകരണം ശക്തമാക്കാൻ ഊന്നൽ നൽകിയ ചർച്ചയിൽ 4 ധാരണാപത്രങ്ങളിൽ ഒപ്പുവച്ചു. ഗ്രീൻ മെഥനോൾ, ദ്രവീകൃത പ്രകൃതിവാതകം, ജലം, ശുചിത്വ മാനേജ്മെന്റ് എന്നിവയിലാണ് ഒമാനും സ്പെയിനും പരസ്പര സഹകരണം ശക്തമാക്കാൻ ധാരണയായത്. UAE ഇനി തണുപ്പിലേക്ക് മാറും. നവംബർ വന്നതോടെ രാജ്യത്ത് തണുത്ത കാലാവസ്ഥയ്ക്കും നേരിയ മഴയ്ക്കും സാധ്യതകളേറുന്നു. ഇമ്രാത്തിലെ താമസക്കാർക്ക് കഠിനമായ ചൂടിൽ നിന്നുള്ള ആശ്വാസം കൊള്ളാനാകും. ഈ ആഴ്ച രാജ്യത്തുടനീളമുള്ള താപനില കൂടുതൽ കുറഞ്ഞേക്കും. ഉൾനാടൻ മലയോര പ്രദേശങ്ങളിൽ 17 ഡിഗ്രി സെൽഷ്യസ് വരെ താപനില താഴുമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷകരുടെ വിലയിരുത്തൽ. ഒമാനിൽ പൊടിക്കാറ്റ് ശക്തമായി തുടരുന്നു. മസ്കറ്റ്, മുസന്തം, തെക്ക് വടക്ക് ബാത്തിന ഗവർണറേറ്റുകളിൽ ഉൾപ്പെടെ മരുഭൂമിയിലും തുറസായ പ്രദേശങ്ങളിലും മണൽ പൊടിക്കാറ്റ് ഉയരുന്നു. വരും ദിവസങ്ങളിലും സമാന സാഹചര്യം തുടരുമെന്ന് ഒമാൻ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം മുന്നറിയിപ്പ് നൽകി. വാഹനം ഓടിക്കുന്നവർ അതീവ ശ്രദ്ധ പുലർത്തണമെന്ന് റോയൽ ഒമാൻ പോലീസ് ട്രാഫിക് വിഭാഗം നിർദ്ദേശിച്ചു. കുവൈത്തിലെ വിവാഹ ഹാളുകളിൽ പുകവലി പൂർണ്ണമായും നിരോധിച്ചുകൊണ്ട് സാമൂഹ്യകാര്യ മന്ത്രാലയം പുതിയ സർക്കുലർ പുറത്തിറക്കി. മന്ത്രാലയത്തിന്റെ മേൽനോട്ടത്തിലുള്ള എല്ലാ വിവാഹ വേദികളിലും പുകവലി ഉൾപ്പെടെ എല്ലാതരം പുകയില ഉൽപ്പന്നങ്ങളുടെ ഉപയോഗവും വിലക്കിയിട്ടുണ്ടെന്ന് അണ്ടർ സെക്രട്ടറി ഡോക്ടർ ഖാലിദ് അൽ അജ്മി അറിയിച്ചു. നിയമലംഘനങ്ങൾക്കെതിരെ കർശന നടപടികൾ സ്വീകരിക്കും. അപകടാവസ്ഥയിലുള്ള ജലീബ് അൽ ഷുയൂഖിലെ 67 കെട്ടിടങ്ങൾ 2 ആഴ്ചയ്ക്കുള്ളിൽ പൊളിക്കണമെന്ന് കുവൈറ്റ് മുനിസിപ്പാലിറ്റി ഉത്തരവിട്ടു. സാങ്കേതിക പരിശോധനയിൽ കെട്ടിടങ്ങൾ പൊതുസുരക്ഷയ്ക്ക് ഭീഷണിയാണെന്ന് കണ്ടെത്തിയതിനാലാണ് നടപടി. ഹറമിലെത്തുന്ന തീർത്ഥാടകർ മാസ്ക് ധരിക്കണമെന്ന് ഇരുഹറം കാര്യാലയം അറിയിച്ചു. കാലാവസ്ഥാ മാറ്റം മൂലമുള്ള രോഗങ്ങൾ തടയാൻ വേണ്ടിയാണ് മുന്നറിയിപ്പ്. തീർത്ഥാടകർ പകർച്ചവ്യാധി കുത്തിവയ്പ് എടുക്കണമെന്നും നിർദ്ദേശമുണ്ട്. സൗദിയിൽ ശൈത്യകാലം ആരംഭിച്ചതോടെ പകർച്ചരോഗങ്ങൾ വ്യാപിച്ചു തുടങ്ങി. ഇതിന്റെ ഭാഗമായാണ് തീർത്ഥാടകർക്ക് ജാഗ്രതാ നിർദ്ദേശങ്ങൾ. ഹറമിലെത്തുന്ന തീർത്ഥാടകർ മാസ്ക് ധരിക്കണമെന്ന് ഇരുഹറം കാര്യാലയം അറിയിച്ചു. രോഗബാധിതരുടെ ശ്വാസോച്ഛ്വാസത്തിലൂടെ സമീപത്തുള്ളവരിലേക്ക് സീസണൽ ഇൻഫ്ലുവൻസ വൈറസ് വ്യാപിക്കാനുള്ള സാധ്യത ഏറെയാണ്. മാസ്ക് ധരിക്കുക,
കണ്ണിലും വായിലും നേരിട്ട് തൊടാതിരിക്കുക തുടങ്ങിയവയാണ് രോഗപ്രതിരോധ മാർഗങ്ങൾ. കൂടാതെ തീർത്ഥാടകർ വാക്സിൻ എടുക്കണമെന്നും ഹറം കാര്യാലയം അറിയിച്ചു. മീഡിയ 1 ജിദ്ദ. മന്ത്രി സജി ചെറിയാനെതിരായ പരാമർശം തിരുത്തി റാപ്പർ വേടൻ. വേടന് പോലും സംസ്ഥാന ചലച്ചിത്ര അവാർഡ് നൽകിയെന്ന മന്ത്രിയുടെ പരാമർശം അപമാനിക്കുന്നതിന് തുല്യമെന്നായിരുന്നു വേടന്റെ ആദ്യ പ്രതികരണം. എന്നാൽ പിന്നാലെ സജി ചെറിയാനെതിരായി താനൊന്നും പറഞ്ഞിട്ടില്ലെന്ന് വേടൻ തിരുത്തി. സംസ്ഥാന അവാർഡിന് പിന്നാലെ വേടന് പോലും അവാർഡ് നൽകിയെന്ന സാംസ്കാരിക വകുപ്പ് മന്ത്രിയുടെ പരാമർശം അപമാനിക്കുന്നതിന് തുല്യമല്ലേ എന്ന മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് ഇതായിരുന്നു വേടന്റെ ആദ്യ മറുപടി. ആണ്, തീർച്ചയായിട്ടും. പിന്നെ എന്താണെന്നറിയോ, പിന്നെ ഇതൊരു പ്രൊമോഷനായിട്ട് മാത്രം എടുക്കുക എന്നുള്ളതാണ് ഞാനിപ്പോൾ ചെയ്യുന്നത്. എന്റെ പാട്ടുകൾ 2 പേരെങ്കിലും കൂടുതൽ കേൾക്കും. പാട്ടിലൂടെ താൻ മറുപടി പറയുമെന്നും വേടൻ പ്രതികരിച്ചു. പിന്നാലെ പ്രതികരണം തിരുത്തി വേടൻ രംഗത്തെത്തി. മന്ത്രി അപമാനിച്ചതായി താൻ കരുതുന്നില്ലെന്നും കലാകാരൻ എന്ന നിലയിൽ എക്കാലത്തും തനിക്ക് പ്രോത്സാഹനം നൽകുന്ന ആളാണ് സജി ചെറിയാനെന്നും വേടൻ സമൂഹ മാധ്യമത്തിലൂടെ പങ്കുവച്ച വീഡിയോയിൽ പറഞ്ഞു. ഒരുപാട് സന്തോഷത്തിലാണ്. കാരണം ആദ്യമായിട്ടായിരിക്കും ഒരു സ്വതന്ത്ര കലാകാരന് സംസ്ഥാന ചലച്ചിത്ര അവാർഡ് കിട്ടുന്നത്. ഈ സന്തോഷത്തിന്റെ ഇടയിലും ഒരു സങ്കടം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ബഹുമാനപ്പെട്ട മന്ത്രി സജി ചെറിയാൻ സാറ് എന്നെ അപമാനിച്ചതായിട്ടും ഞാൻ അദ്ദേഹത്തിനെതിരെ എന്തോ പറഞ്ഞതായിട്ടും വരുന്ന വാർത്തകളാണ്. ഒരു കലാകാരൻ എന്നുള്ള നിലയ്ക്ക് എന്നെ അപ്രിഷിയേറ്റ് ചെയ്യുകയും എന്നെ അംഗീകരിക്കുകയും ചെയ്യുന്ന ഒരാളാണ് ബഹുമാനപ്പെട്ട മന്ത്രി. അപ്പൊ അദ്ദേഹം എന്നെ അപമാനിച്ചതായിട്ട് ഞാൻ ഒരിക്കലും കരുതുന്നില്ല. തനിക്ക് സംസ്ഥാന ചലച്ചിത്ര അവാർഡ് നൽകിയതിനെ വിമർശിക്കുന്നവരോടൊന്നും പറയാനില്ലെന്നും രാഷ്ട്രീയ പിന്തുണയുടെ ഭാഗമായല്ല പുരസ്കാരമെന്നും വേടൻ പറഞ്ഞു. ദുബൈയിൽ ഈ മാസം 23-ന് നടക്കുന്ന വേട്ട എന്ന പരിപാടിയുടെ ഭാഗമായി നടത്തിയ വാർത്താ സമ്മേളനത്തിലായിരുന്നു പ്രതികരണം. ദുബൈ അമറ്റി സ്കൂൾ ഗ്രൗണ്ടിലാണ് വേടൻ പങ്കെടുക്കുന്ന സംഗീത പരിപാടി. മീഡിയ 1 ദുബൈ. ലുലു ഹൈപ്പർ മാർക്കറ്റിന് റീറ്റെയിൽ മീ പുരസ്കാരം. സൗദിയിലെ മികച്ച സേവനത്തിനാണ് അംഗീകാരം. മിഡിൽ ഈസ്റ്റ് ഇമേജസ് ഗ്രൂപ്പാണ് റീറ്റെയിൽ മീ അവാർഡ്സ് സംഘടിപ്പിക്കുന്നത്. The award for Images Retailer Me Most Admired Value Retailer of the Year goes to Lulu KSA. ലുലു ഹൈപ്പർ മാർക്കറ്റിന് വീണ്ടും അംഗീകാരം ലഭിച്ചിരിക്കുകയാണ്. ഈ വർഷത്തെ റീറ്റെയിൽ മീ അവാർഡ്സിലാണ് മോസ്റ്റ് അഡ്മയർഡ് വാല്യൂ റീറ്റെയിലർ പുരസ്കാരം ലുലു ഹൈപ്പർ മാർക്കറ്റ് സ്വന്തമാക്കിയത്. ലുലു സൗദി ഡയറക്ടർ മുഹമ്മദ് ഹാരിസ് അവാർഡ് ഏറ്റുവാങ്ങി. സൗദിയിലുടനീളമുള്ള ലുലുവിന്റെ 71 സ്റ്റോറുകളുടെയും മികച്ച പ്രകടനത്തിനാണ് പുരസ്കാരം. മിഡിൽ ഈസ്റ്റ് ഇമേജസ് ഗ്രൂപ്പാണ് റീറ്റെയിൽ മീ അവാർഡ്സ് സംഘടിപ്പിക്കുന്നത്. സ്ഥിരതയാർന്ന പ്രവർത്തന നിലവാരം, ഉപഭോക്താക്കൾക്ക് മൂല്യാധിഷ്ഠിത ഷോപ്പിംഗ് സാഹചര്യം ഒരുക്കൽ എന്നിവയുടെ അടിസ്ഥാനത്തിലായിരുന്നു നേട്ടം. അൽ ഇക്തിസാദി നടത്തിയ വില താരതമ്യ സർവേയിൽ നേരത്തെ ഗ്രൂപ്പ് ഒന്നാമതെത്തിയിരുന്നു. മീഡിയ 1 റിയാദ്. കുവൈത്തിലുടനീളമുള്ള 125 പള്ളികളിൽ മഴയ്ക്കായി പ്രത്യേക പ്രാർത്ഥനകൾ നടക്കുമെന്ന് ഔഖാഫ് മന്ത്രാലയം അറിയിച്ചു. ശനിയാഴ്ച രാവിലെ 10:30 നടക്കുന്ന പ്രത്യേക നമസ്കാരത്തിൽ രാജ്യത്തെ ഭരണാധികാരികളും പങ്കെടുക്കും. മഴക്കുറവും വരൾച്ചയും നേരിടുന്ന സാഹചര്യത്തിലാണ് പ്രത്യേക നമസ്കാരത്തിനായി ആഹ്വാനം ചെയ്തത്. മഴയ്ക്ക് വേണ്ടി പ്രത്യേക നമസ്കാരം നടത്തിയിരുന്ന പ്രവാചകചര്യ പിൻപറ്റിയാണ് മുസ്ലിങ്ങൾ ഈ പ്രത്യേക നമസ്കാരം നടത്താറുള്ളത്. 2025 ഏറ്റവും വലുതും തിളക്കമുള്ളതുമായ സൂപ്പർ മൂൺ ഇന്ന് രാത്രി ഒമാനിലും കാണും. ഇന്ന് ചന്ദ്രൻ ഭൂമിയോട് ഏറ്റവും അടുത്തെത്തുമെന്ന് ഒമാൻ സൊസൈറ്റി ഫോർ ആസ്ട്രോണമി ആൻഡ് സ്പേസ് അറിയിച്ചു. സാധാരണ പൂർണ്ണചന്ദ്രനേക്കാൾ ഏകദേശം 14% വലുതും തിളക്കമുള്ളതുമായാണ് ഇന്ന് ദൃശ്യമാവുക. സുൽത്താനേറ്റിന്റെ എല്ലാ ഭാഗങ്ങളിൽ നിന്നും നഗ്നനേത്രങ്ങൾക്ക് ഈ മനോഹരമായ കാഴ്ച ദൃശ്യമാകും. ദോഹ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ട് സംഘടിപ്പിക്കുന്ന അന്താരാഷ്ട്ര ചലച്ചിത്രമേളയായ ദോഹ ഫിലിം ഫെസ്റ്റിവലിന്റെ സമ്പൂർണ്ണ ഷെഡ്യൂൾ പുറത്തിറക്കി. മേളയുടെ ആദ്യ പതിപ്പാണ് ഇത്തവണത്തേത്. ലോകത്തുടനീളമുള്ള 100ഓളം ചിത്രങ്ങൾ ഫെസ്റ്റിവലിൽ പ്രദർശിപ്പിക്കും. നവംബർ 20 മുതൽ 28 വരെ നടക്കുന്ന ഫെസ്റ്റിവലിൽ 62 രാഷ്ട്രങ്ങളിൽ നിന്നുള്ള 97 ചിത്രങ്ങളാണ് പ്രദർശിപ്പിക്കുക. മത്സര വിഭാഗത്തിൽ വിജയിക്കുന്ന ചിത്രങ്ങൾക്കായി ആകെ $3 ലക്ഷം സമ്മാന തുകയും പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഫീച്ചർ ഫിലിം, ഷോർട്ട് ഫിലിം തുടങ്ങി 4 വിഭാഗങ്ങളിലാണ് മത്സരം നടക്കുക. തുനീഷ്യൻ സംവിധായിക കൗസർ ബിൻ ഹാനയുടെ ദ വോയിസ് ഓഫ് ഹിന്ദ് റജബാണ് ഉദ്ഘാടന ചിത്രം. മധ്യേഷ്യയിൽ നിന്നും വടക്കൻ ആഫ്രിക്കയിൽ നിന്നുമാണ് കൂടുതൽ സിനിമകളുള്ളത്. ദോഹ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ചരിത്രത്തിലെ നാഴികക്കല്ലാകും മേളയെന്ന് ഫെസ്റ്റിവൽ ഡയറക്ടർ ഫാത്തിമ ഹസൻ അൽ റമേഹി പറഞ്ഞു. Well, this festival creates a bigger space for the industry to participate. So, for example, in Ajyal, we focused on youth, community, and filmmakers. Here, we're branching out to international industry to come to Doha, discover what we do, discover the Arab region also through us. വരും വർഷങ്ങളിൽ ഇന്ത്യയിൽ നിന്നടക്കമുള്ള ചിത്രങ്ങൾ ഉണ്ടാകുമെന്നും അവർ കൂട്ടിച്ചേർത്തു.
But definitely the Indian community is very important, and we've done many things in the past, even in Sanaya we've done things. So for us it's very important, and we do program a lot year round. So definitely I will take this as a point to keep in mind in the future. സ്റ്റീവൻ സോഡർബർഗ്, റാമി യൂസുഫ്, ജാസിമൽ നബ്ഹാൻ, ഹാസൽ കയ തുടങ്ങിയ വിഖ്യാതരായ കലാകാരന്മാർ ഫെസ്റ്റിവലിനെത്തും. മേളയുടെ ഭാഗമായി മ്യൂസിക് ഫെസ്റ്റിവലും സംവാദവും അരങ്ങേറും. ഖത്താറ കൾച്ചറൽ വില്ലേജ് അടക്കം ദോഹയിലെ വിവിധ സ്ഥലങ്ങളിലാണ് ഫെസ്റ്റിവൽ വേദികൾ. ലോകത്തുടനീളമുള്ള പലതരം കാഴ്ചകളുടെയും അനുഭവങ്ങളുടെയും വാതിൽ തുറക്കുന്നത് കൂടിയായിരിക്കും ഈ ഫെസ്റ്റിവൽ. ദോഹയിൽ നിന്ന് അബ്ബാസ് മുഹമ്മദ്, മീഡിയ വൺ. സൗദിയിലെ ജിദ്ദയിൽ റിസാല സ്റ്റഡി സർക്കിൾ എക്സ്പോ സംഘടിപ്പിക്കുന്നു. വിദ്യാർത്ഥികൾക്കും യുവാക്കൾക്കും വിവിധ മത്സരങ്ങളും എക്സ്പോയുടെ ഭാഗമായിട്ടുണ്ടാകും. നവംബർ 14 അൽ മവാരിദ് ഇന്റർനാഷണൽ സ്കൂളിലാണ് പ്രദർശനം. നോട്ട് ടെക്നോളജി ആൻഡ് ടെക്നോളജി എക്സ്പോയുടെ 3ാമത് പതിപ്പാണ് ജിദ്ദയിൽ സംഘടിപ്പിക്കുന്നത്. വിദ്യാർത്ഥികളുടെയും യുവാക്കളുടെയും ശാസ്ത്ര സാങ്കേതിക മികവുകളും സർഗാത്മകതയും പ്രോത്സാഹിപ്പിക്കുന്നതിനാണ് പരിപാടി. നമ്മുടെ വ്യക്തിപരമായിട്ടുള്ള വളർച്ചയ്ക്കും തൊഴിൽപരമായിട്ടുള്ള വളർച്ചയ്ക്കൊക്കെ സാങ്കേതിക മേഖലയിലുള്ള അറിവുകളും അനുഭവങ്ങളൊക്കെ അത്യന്താപേക്ഷിതമായിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. ഈ സമയത്ത് സാങ്കേതിക വിദ്യകളെ പൊതുസമൂഹത്തിനും സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്കും അനുഭവിച്ചറിയാനുള്ള ഒരവസരം ഒരുക്കുക എന്നുള്ളതാണ് നോട്ടെക് കൊണ്ട് നമ്മൾ ലക്ഷ്യമാക്കുന്ന പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യം. വിവിധ സെഷനുകൾ, പ്രദർശനങ്ങൾ, മത്സരങ്ങൾ എന്നിവ എക്സ്പോയുടെ ഭാഗമാകും. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, വെർച്വൽ റിയാലിറ്റി, റോബോട്ടിക്സ് തുടങ്ങിയവ പരിചയപ്പെടാൻ ടെക് എക്സിബിഷനും ഒരുക്കിയിട്ടുണ്ട്. മത്സരങ്ങളിൽ പങ്കെടുക്കാനായി nottecheexpo.com എന്ന വെബ്സൈറ്റ് വഴിയോ 0534103919 എന്ന നമ്പർ വഴിയോ രജിസ്റ്റർ ചെയ്യാം. മൻസൂർ ചുണ്ടമ്പറ്റ, ഫസീൻ കോഴിക്കോട്, റിയാസ് മടത്തറ, റഷീദ് പന്തല്ലൂർ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. മീഡിയ വൺ, ജിദ്ദ. ബലദിയ നിയമലംഘനങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നവർക്ക് പ്രതിഫലം പ്രഖ്യാപിച്ച സൗദി അറേബ്യ. പിഴയുടെ 25% പ്രതിഫലം. മന്ത്രാലയത്തിന്റെ പ്രത്യേക പരിശീലനം പൂർത്തിയാക്കിയവർക്കായിരിക്കും റിപ്പോർട്ട് ചെയ്യാനുള്ള അധികാരം. മുനിസിപ്പൽ മന്ത്രാലയത്തിന്റേതാണ് പ്രഖ്യാപനം. ബലദിയ നിയമലംഘനങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നവർക്കാണ് പ്രതിഫലം. നികുതി ചോർച്ച, സാമ്പത്തിക അഴിമതി, നഗരത്തിലെ അനധികൃത നിർമ്മാണം, മാലിന്യ സംസ്കരണം തുടങ്ങിയ നിയമലംഘനങ്ങൾ ബലദിയ നിയമലംഘനങ്ങളിൽ ഉൾപ്പെടും. നിയമലംഘനങ്ങൾ റിപ്പോർട്ട് ചെയ്താൽ പിഴയുടെ 25% പ്രതിഫലം. സർട്ടിഫൈഡ് മോണിറ്ററായവർക്കാണ് നിയമലംഘനങ്ങൾ റിപ്പോർട്ട് ചെയ്യാനാവുക. ബലദി പ്ലാറ്റ്ഫോമിൽ രജിസ്റ്റർ ചെയ്ത് അംഗീകൃത കോഴ്സ് പാസ്സായവർക്ക് മോണിറ്റർ പദവി ലഭിക്കും. റിപ്പോർട്ടിന്റെ കൃത്യതയും പ്രതിഫലത്തിന്റെ മാനദണ്ഡമായി കണക്കാക്കുമെന്നും മന്ത്രാലയം അറിയിച്ചു. മിഷാൽ ചെർപ്പുളശ്ശേരി, മീഡിയ വൺ, റിയാദ്. കുവൈത്തിൽ ലൈസൻസ് ഇല്ലാതെ മെഡിക്കൽ പ്രാക്ടീസ് നടത്തിയവരെയും വിസ കാലാവധി കഴിഞ്ഞ തൊഴിലാളികളെയും സുരക്ഷാ ഉദ്യോഗസ്ഥർ പിടികൂടി. പബ്ലിക് അതോറിറ്റി ഫോർ മാൻ പവറിന്റെ നേതൃത്വത്തിൽ വിവിധ വകുപ്പുകൾ ചേർന്നാണ് പരിശോധന നടത്തിയത്. പരിശോധനയിൽ തിരിച്ചറിയപ്പെടാത്ത മരുന്നുകളും അനധികൃത മെഡിക്കൽ ഉപകരണങ്ങളും സ്വകാര്യ ആരോഗ്യ കേന്ദ്രത്തിൽ നിന്ന് കണ്ടെത്തിയതായി അധികൃതർ അറിയിച്ചു. ചൂതാട്ടത്തിനും നിരോധിത വസ്തുക്കൾ കൈവശം വെച്ചതിനും ഒമാനിലെ ദാഖിലിയ ഗവർണറേറ്റിൽ 15 പ്രവാസികൾ അറസ്റ്റിൽ. ഏഷ്യൻ പൗരത്വമുള്ള 15 പേരെയാണ് അറസ്റ്റ് ചെയ്തതെന്ന് റോയൽ ഒമാൻ പോലീസ് അറിയിച്ചു. ചൂതാട്ടത്തിൽ ഏർപ്പെടുകയും നിരോധിത സിഗരറ്റുകളും മദ്യവും കൈവശം വെക്കുകയും ചെയ്തതിനാണ് അറസ്റ്റ്. ദാഖിലിയ ഗവർണറേറ്റ് പോലീസ് കമാൻഡാണ് പ്രതികളെ പിടികൂടിയതെന്ന് ROP അറിയിച്ചു. ഇവർക്കെതിരെ നിയമ നടപടികൾ പുരോഗമിക്കുകയാണെന്നും അറിയിച്ചു. ദുബൈയിലെ പ്രശസ്തമായ ദുബൈ ഗാർഡൻ ഗ്ലോ വീണ്ടും തുറക്കുന്നു. ഈ വർഷം ആദ്യം പാർക്ക് അടച്ചുപൂട്ടുമെന്ന് പ്രഖ്യാപിച്ചിരുന്നു. എന്നാൽ വിനോദസഞ്ചാരികളെ ആകർഷിക്കാൻ 2 പാർക്കുകളിലായി ദുബൈ ഗാർഡൻ ഗ്ലോ വീണ്ടും തുറക്കുമെന്നാണ് അധികൃതർ സ്ഥിരീകരിക്കുന്നത്. ഡൈനോസർ പാർക്കും ഫാന്റസി പാർക്കുമായി 2 പാർക്കുകൾ ഉണ്ടാവുമെന്നാണ് ഇത്തവണത്തെ ഗാർഡൻ ഗ്ലോവിനെ സവിശേഷമാക്കുന്നത്. തണുപ്പുകാലം വരുന്നതോടെ ദുബൈയിലെ ഔട്ട്ഡോർ സീസണും തിരിച്ചെത്തുകയാണ്. റിയാദ് പാർക്കുകളിൽ നിയമലംഘനങ്ങൾ നിരീക്ഷിക്കാൻ സ്മാർട്ട് സംവിധാനം ഏർപ്പെടുത്തും. 1600 ക്യാമറകളും AI സാങ്കേതിക വിദ്യയും അടങ്ങുന്ന വിപുലമായ നിരീക്ഷണ സംവിധാനമാണ് ഒരുങ്ങുന്നത്. സംവിധാനങ്ങൾ മുഴുവൻ സമയവും നിരീക്ഷണങ്ങൾ നടത്തും. പാർക്കുകളിലെ ലൈറ്റുകളും ചെടികളും നശിപ്പിക്കുന്നവരെ തിരിച്ചറിയാനും അവർക്കെതിരെ തൽക്ഷണം നടപടി സ്വീകരിക്കാനും സാധിക്കും.
മീഡിയ വൺ സൗദി സൂപ്പർ കപ്പിന്റെ സെമി ഫൈനൽ പോരാട്ടങ്ങൾക്ക് നാളെ റിയാദിൽ തുടക്കമാകും. വ്യാഴാഴ്ച രാത്രി 9:30 വിവിധ കലാവിരുന്നുകളോടെ മത്സരങ്ങൾക്ക് കിക്ക് ഓഫ് ആവും. വെള്ളിയാഴ്ച രാത്രിയിലാണ് ഫൈനൽ. മത്സരത്തിനായി അവസാന ഒരുക്കത്തിലാണ് ടീമുകൾ. മീഡിയ വൺ സൂപ്പർ കപ്പിന്റെ ഫൈനൽ മത്സരങ്ങൾക്ക് തയ്യാറെടുക്കുകയാണ് ടീമുകൾ. നാളെ രാത്രിയാണ് 11 ഫോർമാറ്റിലെ ഉഗ്ര പോരാട്ടങ്ങൾ. റിയാദ് ദുറത്ത് മലാബ് സ്റ്റേഡിയത്തിലാണ് ഫൈനൽ പോരാട്ടങ്ങൾ നടക്കുക. രാത്രി 9:30 വിവിധ കലാവിരുന്നുകളോടെ മത്സരത്തിന് വിസിലുയരും. ആദ്യ സെമി ഫൈനൽ ആവേശ പോരാട്ടത്തിൽ ലാൻഡൺ FC ബ്ലാക്ക് ആൻഡ് വൈറ്റ് FCയെ നേരിടും. അടുത്ത സെമിയാണ്. ഞങ്ങൾ നല്ല പ്രിപ്പറേഷനിലാണ്. ഇൻഷാ അല്ലാഹ് ഞങ്ങൾ നല്ല ഗെയിം ഇനി എന്തായാലും കളിക്കും. അതിനുള്ള പ്രാക്ടീസിലാണ്. സെവൻസിൽ ഇപ്പോൾ പൊതുവെ നമ്മൾ നാട്ടിലായാലും ഒരുപാട് ചവിട്ടും കുത്തുവാടിയും ആ ഒരു ഫൈറ്റ് ലെവലാണ് കളി കാണുന്നത്. വല്ലവൻസിലായത് വളരെ സന്തോഷമുണ്ട്. സെവൻസിനെ അപേക്ഷിച്ച് ഏറ്റവും സുഖമായിട്ട് നമുക്ക് കളിക്കാനും ഇഞ്ചുറീസ് കുറവും 11സിലാണ്. രണ്ടാം സെമിയിലെ അംഗത്തിൽ യൂത്ത് ഇന്ത്യ FCയും റോയൽ ഫോക്കസ് ലൈനും കൊമ്പ് കോർക്കും. ഞങ്ങൾ 11 കളിച്ചിട്ട് പ്രാക്ടീസ് ചെയ്യലൊക്കെ 11 തന്നെയാണ്. അതുകൊണ്ട് ഈ കളി ഞങ്ങൾക്ക് കുറച്ച് സുഖമായ പോലെ തോന്നി. മീഡിയ വണ്ണി എന്ന് പറഞ്ഞാൽ നല്ല അടിപൊളി ടൂർണമെൻറ്റാണ്. റിയാദിൽ നടത്തുന്ന ബെസ്റ്റ് ടൂർണമെൻറ്റാണ്. അപ്പം ലാസ്റ്റ് സീസണിലെ ചാമ്പ്യൻസാണ് ഞങ്ങൾ. അപ്പോൾ അത് ഡിഫെൻഡ് ചെയ്യാന്നുള്ളൊരു ലക്ഷ്യം ഞങ്ങൾക്കുണ്ട്. ഇതിന് മുന്നത്തെ ടൂർണമെൻ്റ് നമുക്ക് കളിക്കാൻ പറ്റിയിട്ടില്ല. അതിൻ്റെ ഒരു കംബാക്കാണിത്. എല്ലാ പ്ലേയേഴ്സും എല്ലാവരും 100% ഇട്ട് കളിച്ചിട്ടുണ്ട്. എപ്പോഴോ കളി റിസൾട്ട് ആവേണ്ടതിനു, പക്ഷേ പെനാൽറ്റിയിലേക്ക് പോയി നല്ല എഫേർട്ട് എല്ലാവരും ഇട്ട് 100% ഇട്ട് കളിച്ചിരിക്കുന്നത്. മത്സരത്തിനിടെ ഫുട്ബോൾ അക്കാദമികളുടെ ജൂനിയർ ടീമുകളും ഏറ്റുമുട്ടും. കുടുംബങ്ങൾക്കായി വിവിധ കലാവിരുന്നുകളും ഒരുക്കിയിട്ടുണ്ട്. മത്സരത്തിനെത്തുന്ന കാണികൾക്കായി സൗജന്യ ലക്കി ഡ്രോയിലൂടെ സമ്മാനങ്ങളും നേടാം. സിറ്റി ഫ്ലവർ ടൈറ്റിൽ സ്പോൺസറായ മീഡിയ വൺ സൂപ്പർ കപ്പിന്റെ ഫൈനൽ പോരാട്ടം വെള്ളിയാഴ്ച രാത്രിയിലാണ്. മീഡിയ വൺ, റിയാദ്. മസ്കറ്റിലെ അൽ ആലം പാലസിന് 2 നൂറ്റാണ്ടിന്റെ കഥ പറയാനുണ്ട്. കടൽ തീരത്ത് തലയുയർത്തി നിൽക്കുന്ന പാലസ് ഒമാൻ ഭരണാധികാരി സുൽത്താൻ ഹൈതം ബിൻ താരിഖിന്റെ ആചാരപരമായ വസതിയാണിത്. ഒമാനിലെത്തുന്ന സഞ്ചാരികൾ ആദ്യമെത്തുന്ന ഇടം. കാണാം അൽ ആലം പാലസിന്റെ കാഴ്ചകൾ. അൽ ആലം പാലസ് ഒമാന്റെ സമ്പന്നമായ പൈതൃകത്തെയും വാസ്തുവിദ്യാ ചാരുതയും എടുത്തു കാണിക്കുന്നതാണ്. നീലയും സ്വർണ്ണ നിറത്തിലുമുള്ള ആകർഷകമായ മുൻഭാഗമാണ് സന്ദർശകരുടെ കണ്ണിലുടക്കുന്ന ആദ്യ കാഴ്ച. മസ്കത്തിലെത്തുന്ന വിനോദസഞ്ചാരികൾ ആദ്യമെത്തുന്ന ഇടമാണ് ഇത്. ചരിത്രപരമായ കോട്ടകൾക്കിടയിൽ നിൽക്കുന്ന പാലസ് ഒമാൻ ഭരണാധികാരി സുൽത്താൻ ഹൈതം ബിൻ താരിഖിന്റെ ഔദ്യോഗിക ആചാരപരമായ വസതിയാണ്. പാരമ്പര്യത്തിൻ്റെയും ആധുനികതയുടെയും മിശ്രിതമായ രൂപകൽപ്പന. 2 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് സുൽത്താൻ കാബൂസിന്റെ 7ാമത്തെ പിതാമഹൻ ഇമാം സുൽത്താൻ ബിൻ അഹമ്മദാണ് കൊട്ടാരം പണി കഴിപ്പിക്കുന്നത്. 1972 സുൽത്താന്റെ ഔദ്യോഗിക വസതിയായി പാലസ് പിന്നീട് പുതുക്കി പണിതു. പാലസിനകത്തേക്ക് പൊതുജനങ്ങൾക്ക് പ്രവേശനമില്ലെങ്കിലും പാലസും പരിസരവും കാണാൻ സന്ദർശകർക്ക് അവസരമുണ്ട്. പാലസിന്റെ ഭംഗി കൂട്ടുന്നത് കടൽ തീരത്തോട് ചേർന്ന് കിടക്കുന്നത് കൊണ്ടുകൂടിയാണ്. മനോഹരമായ കടൽ തീരങ്ങൾ കൊണ്ട് സമ്പന്നമാണ് ഒമാൻ. അതിൽ തന്നെ മസ്കത്തിലെ കടൽ തീരങ്ങൾക്ക് വല്ലാത്തൊരു പ്രത്യേകതയാണ്. മലകൾക്കടുത്തായി നീലക്കടൽ, പാതയോരങ്ങളിൽ ഈന്തപ്പഴമരങ്ങൾ, വിളക്ക് കാലുകൾ. പാലസും പരിസരവും സഞ്ചാരികളുടെ മനം മയക്കുന്നത് ഇതൊക്കെ കൊണ്ടാണ്. കുറച്ചുകൂടി മുന്നോട്ട് പോയാൽ മത്ര പോർട്ടിൽ നങ്കൂരമിട്ടിരിക്കുന്ന സുൽത്താന്റെ കപ്പലും കാണാം. 16ാം നൂറ്റാണ്ടിൽ പോർച്ചുഗീസുകാർ പണിത മിറാനി, ജലാലി പുരാതന കോട്ടകളാൽ ചുറ്റപ്പെട്ടതാണ് പാലസ്. ഒമാനിലെത്തുന്ന ലോകരാഷ്ട്ര തലവന്മാരെ സുൽത്താൻ സ്വീകരിക്കുക അൽ ആലം പാലസിലാണ്. ഔദ്യോഗിക ബഹുമതികളോടെ തൻ്റെ രാജ്യത്തേക്ക് സുൽത്താൻ അതിഥികളെ ഇവിടെ സ്വാഗതം ചെയ്യും. അൽ ആലം കൊട്ടാരം ഒരു രാജകീയ വസതി എന്നതിലുപരി ഒമാന്റെ ചരിത്രം, സംസ്കാരം, പുരോഗതി എന്നിവ പ്രതിഫലിക്കുന്ന നിർമ്മിതി കൂടിയാണ്. ഒമാന്റെ സാംസ്കാരിക പ്രൗഢിയുടെ പ്രതീകം.
മീഡിയ 1, മസ്കത്ത്. സൗദിയിലെ ദമാമിൽ നൃത്ത അക്കാദമിക്ക് അംഗീകാരം നേടി മലയാളി വനിതകൾ. ദേവിക കലാക്ഷേത്രയാണ് സൗദി ജനറൽ എന്റർടൈൻമെന്റ്സ് അതോറിറ്റിയുടെ അംഗീകാരത്തോടെ പ്രവർത്തനം ആരംഭിക്കുന്നത്. നൃത്തം, കർണാട്ടിക് സംഗീതം, വയലിൻ, ചിത്രരചന തുടങ്ങിയ കലാമേഖലകളിൽ വിദ്യാർത്ഥികൾക്ക് പരിശീലനം നൽകും. ഒരു പതിറ്റാണ്ടിലേറെ കിഴക്കൻ സൗദിയിലെ നൃത്തരംഗത്ത് പ്രവർത്തിക്കുന്ന ദേവിക കലാക്ഷേത്ര അക്കാദമിക്ക് തുടക്കം കുറിക്കുന്നു. സൗദി ജനറൽ എന്റർടൈൻമെന്റ് അതോറിറ്റിയുടെ അംഗീകാരത്തോടെയാണ് പ്രവർത്തനം. പ്രവാസികളായ കുട്ടികൾക്ക് നമുക്ക് നാട്ടിൽ നിന്ന് വ്യത്യസ്തമായിട്ട് എല്ലാം ഒരു കുടക്കീഴിൽ അല്ലെങ്കിൽ ഒരു അക്കാദമി എന്നൊരു സാഹചര്യം നിലവിലില്ല. അപ്പോൾ നമ്മുടെ ഒരു സ്വപ്നമായിരുന്നു നമ്മുടെ കുട്ടികൾക്ക് നാട്ടിലെ കുട്ടികളെ പോലെ തന്നെ എല്ലാം ഒരു കുടക്കീഴിൽ കിട്ടുന്ന എന്ന രീതിയിലുള്ള ഒരു അക്കാദമി തുടങ്ങണം എന്നുള്ളത്. ആ രീതിയിലാണ് നമ്മൾ ക്ലാസിക്കൽ ഡാൻസ്, കർണാട്ടിക് മ്യൂസിക്സ്, അതുപോലെ ഇൻസ്ട്രുമെൻറ്റ് മ്യൂസിക്സ്, അതുപോലെ ഡ്രോയിങ് ക്ലാസ്സുകൾ, പിന്നെ നമുക്ക് അതിൻ്റെ കൂടെ തന്നെയാണ് നമ്മുടെ റെൻ്റൽ ഷോപ്പ്, അതുപോലെ തന്നെ നമുക്കൊരു വെസ്റ്റേൺ ഡാൻസ് കൂടെ നമ്മുടെ കലാക്ഷേത്രയുടെ ഭാഗമായിട്ട് വരുന്നുണ്ട്. അക്കാദമിയിൽ നിന്നും പഠനം പൂർത്തിയാക്കുന്ന വിദ്യാർത്ഥികൾക്ക് കേന്ദ്ര സർക്കാരിന്റെ നീതി ആയോഗ് അംഗീകാരമുള്ള ഡിപ്ലോമ സർട്ടിഫിക്കറ്റുകൾ വിതരണം ചെയ്യും. നമ്മുടെ സ്ഥാപനം നെക്സ്റ്റ് സാറ്റർഡേ ഇനോഗ്രേഷൻ ചെയ്യാണ്. നമുക്കിതുവരെ നമുക്കിനി അതിനകത്ത് ഡിപ്ലോമ, അഡ്വാൻസ് ഡിപ്ലോമ കോഴ്സുകൾ എല്ലാം അതിന് കൂടെ ചെയ്യാൻ പറ്റും. അതിന് കൂടെ നമുക്ക് GA ലൈസൻസും കൂടെ നമ്മുടെ സ്ഥാപനത്തിന് കിട്ടിയിട്ടുണ്ട്. ഡാൻസ് എന്നുള്ളത് മാത്രമല്ല, ദേവിക കലാക്ഷേത്രയിൽ ഇനി നമുക്ക് വയലിൻ, മ്യൂസിക്സ്, അത് കർണാട്ടിക് മ്യൂസിക്, അതുപോലെ സിനിമാറ്റിക്, ഇത് എല്ലാം നമ്മുടെ ഒരു അക്കാദമിയിലേക്ക് ഇനി എല്ലാം ഉണ്ടായിരിക്കും. നവംബർ 8 ശനിയാഴ്ച അക്കാദമിയുടെ ഉദ്ഘാടനം നടക്കുമെന്ന് ഡയറക്ടർമാരായ അനുജയും സൗമ്യയും വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. മീഡിയ 1, ദമാം. ദോഹ കോർണിഷിലെ നവീകരണ പ്രവൃത്തികൾ പൂർത്തിയാക്കി ഖത്തർ പൊതുമരാമത്ത് വിഭാഗമായ അഷ്ഗാൽ. 7 കിലോമീറ്ററാണ് അഷ്ഗാൽ നവീകരിച്ചത്. റോഡ് പുതുക്കി പണിയുകയും പാർക്കിംഗ് അടക്കമുള്ള സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുകയും ചെയ്തു. ദോഹയിലെ ഏറ്റവും വലിയ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലൊന്നാണ് കോർണിഷ്. പ്രവാസികൾക്ക് ഫാമിലി വിസ ലഭിക്കാനുള്ള ശമ്പള പരിധി 1000 ദിനാറാക്കി ഉയർത്തണമെന്ന അടിയന്തര പ്രമേയത്തിന് ബഹ്റൈൻ പാർലമെന്റിന്റെ അംഗീകാരം. വിഷയം തീരുമാനം കൈക്കൊള്ളാനായി മന്ത്രിസഭയുടെ അവലോകനത്തിനായി വിട്ടു. ബഹ്റൈനിൽ പ്രവാസികളായ തൊഴിലാളികൾക്കോ വിദേശികളായ തൊഴിലുടമകൾക്കോ അവരുടെ കുടുംബങ്ങളുടെ രാജ്യത്തേക്കുള്ള പ്രവേശനം, താമസം, സ്പോൺസർഷിപ്പ് എന്നിവ അനുവദിക്കാനുള്ള വ്യവസ്ഥയായി നിലവിലുള്ള പ്രതിമാസ വരുമാന പരിധി 1000 ദിനാറിലേക്ക് ഉയർത്തണമെന്ന അടിയന്തര നിർദ്ദേശം പാർലമെന്റിൽ എംപിമാർ ഏകകണ്ഠമായാണ് അംഗീകരിച്ചത്. സ്ട്രാറ്റജിക് തിങ്കിംഗ് ബ്ലോക്ക് വക്താവ് ഖാലിദ് ബുഅങ്ക് എംപിയുടെ നേതൃത്വത്തിലുള്ള 5 എംപിമാർ അവതരിപ്പിച്ച നിർദ്ദേശത്തിൽ ഫാമിലി വിസക്കുള്ള മാസാന്ത ശമ്പള പരിധി ഉയർത്തണമെന്നും ഓരോ വ്യക്തിക്കും നിർബന്ധിത ആരോഗ്യ ഇൻഷുറൻസ് ഉണ്ടാകണമെന്നും വ്യവസ്ഥ ചെയ്യുന്നുണ്ട്. പാർലമെന്റിന്റെ ഏകകണ്ഠമായ അംഗീകാരം ലഭിച്ചതിനെ തുടർന്ന് വിഷയം തുടർ ചർച്ചകൾക്കും അന്തിമ തീരുമാനങ്ങൾക്കുമായി മന്ത്രിസഭയുടെ അവലോകനത്തിനായി സമർപ്പിച്ചു. താഴ്ന്ന വരുമാനക്കാരായ പ്രവാസി തൊഴിലാളികളുടെ ആശ്രിതരുടെ എണ്ണം വർദ്ധിക്കുന്നത് രാജ്യത്ത് ആരോഗ്യമേഖലയിലും വിദ്യാഭ്യാസ രംഗത്തും ലഭിക്കേണ്ട പൊതുസേവനങ്ങളുടെ വിഷയത്തിൽ പൊതുമേഖലയ്ക്ക് സമ്മർദ്ദത്തിന് കാരണമാകുന്നതായി നിർദ്ദേശത്തിൽ ചൂണ്ടിക്കാട്ടി. സേവനങ്ങളുടെ കാര്യത്തിൽ പൊതുമേഖലയ്ക്കുണ്ടാകുന്ന അമിത സമ്മർദ്ദം ഒഴിവാക്കാൻ ഉതകുന്ന രീതിയിൽ രാജ്യത്തെ എല്ലാ പൗരന്മാർക്കും താമസക്കാർക്കും ഉയർന്ന ജീവിത നിലവാരം ഉറപ്പാക്കുക എന്ന ലക്ഷ്യമാണ് നിർദ്ദേശത്തിന് പ്രചോദനമെന്നും എംപിമാർ വ്യക്തമാക്കി. സിറാജ് പള്ളിക്കര, മീഡിയ 1, ബഹ്റൈൻ. മറ്റ് ഗൾഫ് വാർത്തകൾ ചുരുക്കത്തിൽ. കടൽ വഴി കടത്താൻ ശ്രമിച്ച ലഹരി വസ്തുക്കൾ പിടികൂടി കുവൈറ്റ് കോസ്റ്റ് ഗാർഡ്. ആഷിഷും നിരവധി സൈക്കോട്രോപിക് മരുന്നുകളും കണ്ടെത്തി. കുവൈറ്റ് റെയിൽ പദ്ധതിക്കായി പ്രധാന പാസഞ്ചർ സ്റ്റേഷൻ രൂപകൽപ്പനയുടെ ആദ്യഘട്ടം പൂർത്തിയായി. കുവൈറ്റിനെ GCC റെയിൽവേ ശൃംഖലയുമായി ബന്ധിപ്പിക്കുന്നതാണ് പദ്ധതി. കുവൈത്തിൽ ഓൺലൈൻ ചൂതാട്ട സംഘം പിടിയിൽ. ചൂതാട്ട പണം മെഡിക്കൽ ക്ലിനിക്കിലും നിരവധി വാണിജ്യ സ്ഥാപനങ്ങളിലും നിക്ഷേപിച്ചതായി കണ്ടെത്തി. കർശന നടപടി തുടരുമെന്ന് അധികൃതർ. ദുബൈയെ ലോകത്തെ മികച്ച നഗരമാക്കാനുള്ള പദ്ധതികൾക്കും നയങ്ങൾക്കും അംഗീകാരം നൽകി ദുബൈ കിരീടാവകാശി. അംഗീകാരം നൽകിയത് ദുബൈ എക്സിക്യൂട്ടീവ് കൗൺസിൽ യോഗത്തിൽ. ഒമാനിലെ ഇന്ത്യൻ സോഷ്യൽ ക്ലബ് മലയാള വിഭാഗത്തിൽ കേരളോത്സവം. സാഹിത്യകാരൻ PF മാത്യൂസ് പരിപാടി ഉദ്ഘാടനം ചെയ്തു. പ്രവാസി കൈരളി സാഹിത്യ പുരസ്കാരം PF മാത്യൂസിന് KA താജുദ്ദീൻ കൈമാറി.
കലാകാരൻ വരെ നാട്ടിൽ സമുദായങ്ങളുടെ വിലക്ക് നേരിട്ടുവെന്ന് UAE-യിലെ കളിയാട്ടം സംഘാടകരുടെ വെളിപ്പെടുത്തൽ. വിവാദങ്ങൾക്കും വിലക്കിനുമിടെ അജ്മാനിൽ ഈ മാസം വീണ്ടും കളിയാട്ട മഹോത്സവം നടക്കുമെന്ന് UAE കളിയാട്ട സമിതി അറിയിച്ചു. കാവിലും അമ്പലത്തിലുമല്ലാതെ അജ്മാനിലെ ഇന്ത്യൻ അസോസിയേഷൻ ഹാളിൽ ആചാരമര്യാദകൾ ലംഘിച്ച് തെയ്യം കെട്ടിയെന്നാരോപിച്ചാണ് കലാകാരന്മാർക്ക് സമുദായങ്ങൾ വിലക്കേർപ്പെടുത്തിയതെന്ന് UAE കളിയാട്ട സമിതി സ്ഥാപകൻ ഡോക്ടർ നിജിത് ചന്ദ്രൻ പറഞ്ഞു. ഭാഗമായിട്ട് എനിക്ക് ഏറ്റവും കൂടുതൽ വിഷമം അനുഭവിച്ച ഒരാൾ നമ്മുടെ നാരായണേട്ടൻ, അതായത് പത്മശ്രീ കിട്ടിയ തെയ്യം കലാകാരൻ എന്ന നിലയിൽ ലോകചരിത്രത്തിൽ ആദ്യമായിട്ട് ഇന്ത്യയിൽ പത്മശ്രീ കിട്ടുന്ന ഏക വ്യക്തിയാണ് ഈ പത്മശ്രീ നാരായണ പെരുവണ്ണാൻ എന്ന് പറഞ്ഞ വ്യക്തി. വളരെ സന്തോഷത്തോടെ കഴിഞ്ഞതിന് ശേഷം നാട്ടിൽ പോയപ്പോൾ ഭയങ്കരമായിട്ടുള്ളൊരു പറയാം സോഷ്യൽ മീഡിയയിൽ കൂടിയും അതുപോലെ ഈ നാട്ടിൽ ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ ഈ സമുദായക്കാർ പല സമുദായക്കാരാണ്. വണ്ണാന്മാർ, ഇപ്പോൾ പെരുവണ്ണാന്മാർ, വണ്ണാന്മാർ, തീയർ, ഇപ്പോൾ പല ഓരോ ജാതി ഇതിൽ വരുന്ന തെയ്യങ്ങളാണ്. അപ്പോൾ ആ ഓരോ സമുദായക്കാരും വ്യത്യസ്ത രീതിയിൽ വിലക്കുകൾ ഏർപ്പെടുത്തി. അതിൻ്റെ ഭാഗമായിട്ട് ഈ നാരായണേട്ടൻ ഏറ്റവും കൂടുതൽ പുള്ളിൻ്റെ പേര് എടുത്തു പറയുന്നത് വെച്ചാൽ നാരായണേട്ടൻ നാട്ടിൽ പോയപ്പോൾ പല തെയ്യങ്ങളും വർഷങ്ങളായിട്ട് 40 വർഷമായിട്ട് 50 അത്ര പ്രായമുള്ള ഒരാളാണ്. അത്രയും വർഷമായിട്ട് കെട്ടിക്കൊണ്ടിരിക്കുന്ന കാവിൽ പോലും കെട്ടണ്ട എന്ന് പറഞ്ഞിട്ട് പലരും കാവിന് മാറ്റി നിർത്തി പുള്ളിനെ. 18 കലാകാരന്മാരാണ് കഴിഞ്ഞ വർഷം UAE-യിൽ തെയ്യം കെട്ടിയത്. അവർ ഇക്കുറി എത്തുന്നില്ല. വിലക്ക് ഭയപ്പെടുന്നുണ്ടെങ്കിലും 10 കലാകാരന്മാർ ഈ മാസം 8, 9 തീയതികളിൽ അജ്മാൻ ഇന്ത്യൻ അസോസിയേഷനിൽ കളിയാട്ടത്തിനെത്തും. തെറ്റിദ്ധാരണ മൂലമാണ് അത്രയും വിവാദത്തിലേക്ക് പോയി എന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം വെച്ചാൽ നമ്മുടെ ഈ UAE പോലുള്ള ഒരു സ്ഥലത്ത് നമ്മുടെ ഈ പറഞ്ഞ ക്ലബ്ബുകളോ അല്ലെങ്കിൽ അസോസിയേഷൻ ഹാളുകളോ അല്ലെങ്കിൽ പറഞ്ഞ പോലെ അങ്ങനെയുള്ള ഒരു അതായത് അങ്ങനെയുള്ള വേദികൾ മാത്രമേ നമുക്ക് ഈ തെയ്യങ്ങളൊക്കെ കൊണ്ടുവരാൻ സാധിക്കുള്ളൂ. കാരണം നമ്മളെ അമ്പലങ്ങളും ഈ പറഞ്ഞ കാവുകളൊന്നും ഇല്ലാത്തത് കൊണ്ട് അതുകൊണ്ട് പതികെട്ടി ചെയ്യാൻ പറ്റുന്ന തെയ്യങ്ങൾ, നമ്മൾ നാട്ടിൽ പതികെട്ടി ചെയ്യുന്ന തെയ്യങ്ങളുണ്ട്. അത്തരത്തിലുള്ള തെയ്യങ്ങളെയാണ് ഞങ്ങളിവിടെ കൊണ്ടുവരുന്നതും ഭക്തർക്ക് നാട്ടിലെങ്ങനെ നമ്മൾ ആചാരാനുഷ്ഠാനപരമായി ചെയ്യുന്നോ അതേ രീതിയിലാണ് ഇവിടെയും തെയ്യം നടക്കുന്നത് എന്നാണ് പറയാനുള്ളത്. ആയിരക്കണക്കിന് പേരെയാണ് കളിയാട്ട മഹോത്സവത്തിലേക്ക് പ്രതീക്ഷിക്കുന്നത്. സൂര്യകാലടിമന സൂര്യൻ ജയസൂര്യൻ നമ്പൂതിരിപ്പാട് ഇക്കുറി മുഖ്യ കാർമ്മികത്വം വഹിക്കുമെന്ന് സംഘാടകർ അറിയിച്ചു. മീഡിയ 1 ദുബായ്. സൗദിയിൽ ഹോൾസെയിൽ വ്യവസായ രംഗത്ത് പ്രവർത്തിക്കുന്ന തലാൽ ഗ്രൂപ്പിന് കീഴിലുള്ള ഗമേസ് അറേബ്യയുടെ പുതിയ ഷോറൂമിന് റിയാദിൽ തുടക്കമായി. ദാർ അൽ ബൈദയിലാണ് തുടക്കം. ഉദ്ഘാടനത്തോടനുബന്ധിച്ച് നിരവധി ഓഫറുകളാണ് ഉപഭോക്താക്കൾക്കായി ഒരുക്കിയിരിക്കുന്നത്. ഹോൾസെയിൽ വ്യവസായ രംഗത്ത് പ്രവർത്തിക്കുന്ന തലാൽ ബിസിനസ് ഗ്രൂപ്പിന്റെ കീഴിലാണ് റിയാദിൽ പുതിയ ഷോറൂം. ഗ്രൂപ്പ് ചെയർമാൻ അബ്ദുസലാം സിപ്പി ഉദ്ഘാടനം നിർവഹിച്ചു. വിവിധ അറേബ്യൻ കലാ സാംസ്കാരിക പരിപാടികളും അരങ്ങേറി. ആദ്യ വിൽപ്പന മാനേജിംഗ് ഡയറക്ടർ ഫൈറൂസ് മുഹമ്മദ് നിർവഹിച്ചു. തീർച്ചയായും കസ്റ്റമർ സേവനം മെച്ചപ്പെടുത്തുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഖമീസ് അറേബ്യ ട്രേഡിംഗ് കമ്പനിയുടെ ഈ ബ്രാഞ്ച് റിയാദ് ദാറുൽബൈദയിൽ ഇവിടെ ഓപ്പൺ ആക്കിയിട്ടുള്ളത്. അതുപോലെ തന്നെ നമുക്കെല്ലാം അറിയുന്നതാണ് റിയാദ് സിറ്റി പഴയ റിയാദ് സിറ്റി അല്ല, പുരോഗതിയിൽ നിന്നും പുരോഗതിയിലേക്ക് കുതിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ കുതിപ്പിൻ്റെ അല്ലെങ്കിൽ ആ വളർച്ചയുടെ ഒരു ഭാഗമാകാൻ ഞങ്ങൾ ഖമീസ് അറേബ്യ ട്രേഡിംഗ് കമ്പനിക്ക് കൂടി സാധിച്ചതിൽ വളരെയേറെ സന്തോഷവും അഭിമാനമുണ്ട്. ഉപഭോക്താക്കൾക്ക് ആവശ്യമായ മുഴുവൻ ഉൽപ്പന്നങ്ങളും ഒറ്റക്കുടക്കീഴിൽ ലഭ്യമാക്കുകയാണ് ലക്ഷ്യം. സൗദിയിൽ ഭക്ഷ്യ മൊത്ത വിതരണ മേഖലയിൽ 25 വർഷത്തിലധികം പാരമ്പര്യമുണ്ട് തലാൽ ഗ്രൂപ്പിന്. FMCG ഹോൾസെയിൽ മേഖലയിലുള്ളവർക്കും മുൻനിരക്കാരായാണ് തലാൽ ഗ്രൂപ്പിന്റെ പ്രവർത്തനം. ഗ്രൂപ്പിന്റെ തണലിൽ വളർന്ന് ഇന്ന് സൗദിയിൽ ഭക്ഷ്യമേഖലയിൽ പ്രവർത്തിക്കുന്ന നിരവധി സ്ഥാപനങ്ങളുമുണ്ട്. We are today celebrating a special day of inauguration our shop in Dar Al Bayda, Riyadh, and we already located in Riyadh in Aziziyah, and located in Dammam and Jeddah and Khamis Msaid, and soon to be all over Kingdom inshallah. 50,000 സ്ക്വയർ ഫീറ്റിലാണ് പുതിയ സ്ഥാപനം. സാങ്കേതിക വിദ്യകളുടെ സഹായത്തോടെ വേഗത്തിൽ ഡെലിവറി നൽകാനുള്ള സൗകര്യവും ലഭ്യമാണ്. ആദ്യം സ്റ്റാർട്ടിങ്ങിൽ ഫുഡ് സ്റ്റഫ് തുടങ്ങി, അതിന് ശേഷം ചോക്ലേറ്റ്, കോസ്മെറ്റിക്സ്, വിവിധ മേഖലയിൽ നമ്മളെ കമ്പനി എക്സ്പാൻഡ് ചെയ്തുകൊണ്ടിരിക്കുക. നമ്മളെ കൂടെ തന്നെ നല്ല ടീമുണ്ട്, ട്രെയിൻ ചെയ്ത ടീമുണ്ട്. അതുകൊണ്ട് നമ്മളെ കസ്റ്റമർ സർവീസ് കമ്പയർ ചെയ്യുമ്പോൾ നമ്മൾ എല്ലായ്പ്പോഴും കസ്റ്റമർ സർവീസ് നമ്മൾ ബെറ്റർ ആക്കാൻ ശ്രമിക്കുന്നുണ്ട്. കമ്പനി ഡയറക്ടർമാരായ സൽമാൻ അൽ ഫാരിസ്, ഫൈറൂസ് മുഹമ്മദ്, അജ്നാസ് മാളിയക്കൽ, മുഹമ്മദ് ഫർസിൻ, ജനറൽ മാനേജർ മുഹമ്മദ് അജ്മൽ, പർച്ചേസിംഗ് മാനേജർ അബ്ദുൽ അസീസ് തുടങ്ങിയവർ ചടങ്ങിന്റെ ഭാഗമായി. ഭക്ഷ്യ വിപണന രംഗത്ത് പ്രവർത്തിക്കുന്ന പ്രധാന കമ്പനികളുടെ പ്രതിനിധികളും പരിപാടിയിൽ പങ്കെടുത്തു. മീഡിയ 1 റിയാദ്.